Good morning. Module 5 Economic Dispatch. Economic dispatch mainly first paragraph മൂന്ന് ടോപ്പിക്കാണുള്ളത്. Economic dispatch without considering transmission loss. Then second one with transmission loss. Third one transmission loss formula. സെക്കൻഡ് പാർട്ട് ഉണ്ട് യൂണിറ്റ് കമ്മിറ്റ്മെൻറ്റ് കൺസ്ട്രെയിൻസ്. അതൊക്കെ ചെറിയ ടോപ്പിക്കുകളാണ്. എന്താണ് എക്കണോമിക് ഡിസ്പാച്ച്? നമുക്ക് എന്ത് ചെയ്യണം? എക്കണോമിക് ഡിസ്പാച്ച് ഈസ് യൂസ്ഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ലോഡ് എമംഗ് ദി അവൈലബിൾ ജനറേറ്റിംഗ് യൂണിറ്റ്സ് ബേസ്ഡ് ഓൺ മിനിമം റണ്ണിങ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, മിനിമം ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അതാണ് എക്കണോമിക് ഡിസ്പാച്ച് പറയുന്നത്. നമുക്കൊരു 100 മെഗാവാട്ട് പവർ ഡിമാൻഡ് ലോഡ് 100 മെഗാവാട്ട് വേണം. നമ്മുടെ കയ്യിൽ ഒരു 10 ജനറേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 10 ജനറേറ്റർ കൂടിയിട്ട് എന്ത് ചെയ്യണം, ഈ 100 മെഗാവാട്ട് ആവശ്യമുള്ള 100 മെഗാവാട്ട് പവർ എന്ത് ചെയ്യാണ്, ഷെയർ പറഞ്ഞാൽ ഈക്വലി ഷെയർ ചെയ്യണത് എന്തിനു ബേസ് ചെയ്തിട്ടാണ്? മിനിമം കോസ്റ്റിൽ ജനറേഷൻ നടക്കണം. അത് ഈക്വലി ഷെയർ ചെയ്ത് കഴിഞ്ഞാലാണോ അതല്ലെങ്കിൽ എങ്ങനെയാണോ ഷെയർ ചെയ്ത് കഴിഞ്ഞാലാണ് മിനിമം കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോഡ് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ മൊഡ്യൂളിൽ എക്കണോമിക് ഡിസ്പാച്ച് നോക്കുന്നത്. അതിന് ദി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് എ ജനറേറ്റിംഗ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ കൺസിസ്റ്റ് ഓഫ് ഫ്യൂൽ കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ്, ലേബർ കോസ്റ്റ്. കോസ്റ്റ് ഓഫ് വിച്ച് ദി മെയിൻ്റനൻസ് ആൻഡ് ലേബർ കോസ്റ്റ് ആർ നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ വിത്ത് ഫ്യൂൽ കോസ്റ്റ്. ജനറേഷനെ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്, ഫ്യൂൽ കോസ്റ്റിനുള്ള കോസ്റ്റാണ് ഏറ്റവും കൂടുതൽ കമ്പയർഡ് വിത്ത് മെയിൻ്റനൻസ് ആൻഡ് ലേബർ കോസ്റ്റ്. Then fuel cost. If the input is taken as rupees per hour, then the fuel cost of a thermal plant is written as a second degree equation. Fuel cost നമ്മൾ എന്ത് ചെയ്യണേ, ഒരു തെർമൽ പ്ലാന്റിൻ്റെ എന്ത് ചെയ്യണം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. FI or CI ഏതെങ്കിലും ഒരു ലെറ്റർ ഉപയോഗിക്കുക. ഫ്യൂവലിൽ F എടുക്കും അല്ലെങ്കിൽ കോസ്റ്റിൽ C എടുക്കും. FI or CI ഈക്വൽ ടു ഹാഫ് AI PGI സ്ക്വയർ പ്ലസ് BI PGI പ്ലസ് DI, where PGI is the active power generation of ith unit. എത്ര യൂണിറ്റ് വേണമെങ്കിലും ആവാം. I എന്ന് പറഞ്ഞാൽ 1 to n, അതിൻ്റെ ഇടയിൽ ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. AI കോൺസ്റ്റൻ്റ് റെപ്രസെൻറ്റിങ് മെയിൻ്റനൻസ് കോസ്റ്റ്, BI കോൺസ്റ്റൻ്റ് റെപ്രസെൻറ്റിങ് ഫ്യൂൽ കോസ്റ്റ്, DI കോൺസ്റ്റൻ്റ് റെപ്രസെൻറ്റിങ് ലേബർ കോസ്റ്റ്. FI or CI എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്യൂൽ കോസ്റ്റ് ഓഫ് ദി ith യൂണിറ്റ്. ദെൻ ഇൻക്രിമെൻ്റൽ ഫ്യൂൽ കോസ്റ്റ്. അടുത്ത ടേമാണ് ഇൻക്രിമെൻ്റൽ fuel cost. If the input is taken as rupees per hour, then the ratio of delta F divided by delta P is called incremental fuel cost or IFC. നമ്മൾ തമ്മിൽ ഫ്യൂൽ കോസ്റ്റ് അറിയാം, FILICI, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു PGI. ദെൻ ഇൻക്രിമെൻ്റൽ ഫ്യൂൽ കോസ്റ്റ് is equal to delta F divided by delta P is equal to തന്നെയാണ് മുന്നത്തെ ഫ്യൂൽ കോസ്റ്റ് ഉണ്ട്, അതിനെ PGI വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ആദ്യത്തെ ടൈം എന്താണ്, ഹാഫ് AI PGI സ്ക്വയർ, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോരും, PGI സ്ക്വയറിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 2PGI ഉണ്ടാവും. അതൊന്ന് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ AI PGI ആവും. പ്ലസ് BI PGIനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1, അപ്പോൾ BI മാത്രം കിട്ടും. DI എന്നുള്ളിടത്ത് എന്ത് ചെയ്യാണ്, PGI ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇൻക്രിമെൻ്റൽ ഫ്യൂൽ കോസ്റ്റിൻ്റെ ഇക്വേഷൻ കിട്ടും AI PGI പ്ലസ് BGI സ്ക്വയർ. ദെൻ ഫസ്റ്റ് ടോപ്പിക്കാണ് എക്കണോമിക് ഡിസ്പാച്ച് ഓഫ് തെർമൽ പ്ലാന്റ്സ് നെഗ്ലക്റ്റിംഗ് ലൈൻ ലോസസ്. ദെൻ അതാ നോട്ടിൽ ഫുള്ള് കംപ്ലീറ്റ് ഇല്ല. എക്കണോമിക് ഡിസ്പാച്ച് ഓഫ് തെർമൽ പ്ലാന്റ്സ് വിത്തൗട്ട് കൺസിഡറിങ് ട്രാൻസ്മിഷൻ ലോസസ്. അതിൻ്റെ എങ്ങനെയാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കൺസിഡർ എൻ നമ്പർ ഓഫ് ജനറേറ്റിംഗ് യൂണിറ്റ്സ് 1, 2, 3 etc. up to n ആർ ഓപ്പറേറ്റിംഗ് ഇൻ പാരലൽ വിത്ത് പവർ P1, P2, P3 etc. Pn. ഓരോ ജനറേറ്റിംഗ് യൂണിറ്റ് ഉണ്ട്. ഫസ്റ്റ് ജനറേറ്റിംഗ് യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്ന പവർ P1, സെക്കൻഡ് ജനറേറ്റിംഗ് യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്ന പവർ P2, ദെൻ nth യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് Pn. ദെൻ ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, P1 പ്ലസ് P2 പ്ലസ് P3 എക്സെട്ര Pn ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യും, സിഗ്മ I ഇസ് ഈക്വൽ ടു 1 to n PGI എന്നിട്ട് കൊടുക്കും. ലെറ്റ് PD ഇസ് ഈക്വൽ ടു ടോട്ടൽ പവർ ഡിമാൻഡ്. നമുക്ക് ആവശ്യമുള്ള ഡിമാൻഡ് പവറാണ് PD എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടു മിനിമൈസ് ടോട്ടൽ കോസ്റ്റ്. ഇവിടെ ട്രാൻസ്മിഷൻ ലോസ് കൺസിഡർ ചെയ്യുന്നില്ല. അതായത് 100 മെഗാവാട്ടാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ 100 മെഗാവാട്ട് ജനറേറ്റ് ചെയ്യാണ്. ദെൻ PD ഇസ് ഈക്വൽ ടു എന്ത് വരും, സിഗ്മ I ഇസ് ഈക്വൽ ടു 1 to n PGI. PD എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് 100 മെഗാവാട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ ജനറേറ്റ് യൂണിറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഈ 100 മെഗാവാട്ട് ജനറേറ്റ് ചെയ്യാണ്. തിയററ്റിക്കലി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് PD ഇസ് ഈക്വൽ ടു സിഗ്മ I ഇസ് ഈക്വൽ ടു 1 to n PGI. ദെൻ ആ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലുള്ള സിഗ്മ I ഇസ് ഈക്വൽ ടു 1 to PGI ലെഫ്റ്റ് സൈഡിലോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും,
PD minus sigma I is equal to 1 to n PGI equal to 0. The next term, let FT be the total fuel cost. FT എന്ന് പറഞ്ഞാൽ total fuel cost of to meet the low demand. Then FT equal to F1 plus F2 plus etc. Fn. എല്ലാ യൂണിറ്റിൻ്റെയും F1 എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് യൂണിറ്റിൻ്റെ ജനറേറ്ററിൻ്റെ ഫ്യൂൽ കോസ്റ്റ്. F2 എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് ജനറേറ്ററിൻ്റെ ഫ്യൂൽ കോസ്റ്റ്. അങ്ങനെ ടോട്ടൽ ഫ്യൂൽ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, FT എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, വിച്ച് ഈസ് എ സം ഓഫ് ടോട്ടൽ ഫ്യൂൽ കോസ്റ്റ് F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് എക്സെട്ര Fn. ഇത് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡ്. ബൈ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡ് ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു എഫ് ടി, ക്യാപിറ്റൽ എഫ് ടി പ്ലസ് ലാംഡ ഇൻറ്റു സ്മോൾ ലെറ്റർ എഫ്. അതാണ് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുക്കുന്നത്. വേർ സ്മോൾ ലെറ്റർ എഫ് ഇസ് ഈക്വൽ ടു, നമ്മൾ എന്ത് ചെയ്യാണ്, ഇക്വേഷൻ 1 എടുക്കുകയാണ്. വേർ സ്മോൾ ലെറ്റർ എഫ് ഇസ് ഈക്വൽ ടു പി ഡി മൈനസ് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n പി ജി. അതിനെ പറയുന്ന ടേമിന് പറയുന്ന പേരാണ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. Then total fuel cost FT become minimum by equating incremental fuel cost to 0. എപ്പോഴാണ് എന്താണ് ഫ്യൂൽ കോസ്റ്റ് മിനിമം ആവുക എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻ്റൽ ഫ്യൂൽ കോസ്റ്റ്, അതായത് ഡോ എഫ് ഐ ബൈ ഡോ പി ജി ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാലാണ് മിനിമം ഫ്യൂൽ കോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, പവർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണത്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ 3 ഉണ്ട്, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ പി ജി ഐ ഈക്വൽ ടു ഡോ എഫ് ടി ബൈ ഡോ പി ജി ഐ പ്ലസ് ലാംഡ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ പി ജി ഐ. ഇക്വേഷൻ 3നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ 3 പ്രകാരം എഫ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഡോ ബൈ ഡോ പി ജി ഐ ഓഫ് എഫ് ടി പ്ലസ് ലാംഡ ഇൻറ്റു സ്മോൾ ലെറ്റർ എഫ്. സ്മോൾ ലെറ്റർ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, പി ഡി മൈനസ് സിഗ്മ ഈസിക്കൽ ടു 1 to n പി ജി ഐ ആണ്. അതാണ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഡോ ബൈ ഡോ പി ജി ഐ ഓഫ് എഫ് ടി പ്ലസ് ലാംഡ ഇൻറ്റു പി ഡി മൈനസ് സിഗ്മ ഐ ഈസിക്കൽ ടു 1 to n പി ജി ഐ ഈക്വൽ ടു 0. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും, ഡോ എഫ് ടി ഡിവൈഡ് ബൈ ഡോ പി ജി ഐ പ്ലസ് ലാംഡ ഇൻറ്റു ഡോ പി ഡി ബൈ ഡോ പി ജി ഐ മൈനസ് ലാംഡ ഇൻറ്റു സിഗ്മ ഐ ഈസിക്കൽ ടു 1 to n ഡോ പി ജി ബൈ ഡോ പി ജി ഐ ഈക്വൽ ടു 0. ഈ ഡോ എഫ് ടി ടോട്ടൽ ഫ്യൂൽ കോസ്റ്റ് എന്നാൽ എന്താണ്, ഇക്വേഷൻ 2 പ്രകാരം എന്താണ്, F1 പ്ലസ് F2, അതിൻ്റെ ഇടയിൽ ഒരു ടേം ഉണ്ടാവും ith എഫ് ഐ പ്ലസ് എക്സെട്ര Fn. എല്ലാ ഫ്യൂൽ കോസ്റ്റും ഉണ്ടാവും, 1ൻ്റെ ഉണ്ടാവും, 2ൻ്റെ ഉണ്ടാവും, n-ൻ്റെ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ith യൂണിറ്റിൻ്റെ ഉണ്ടാവും. ദെൻ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഡോ എഫ് ഐ ബൈ ഡോ പി ജി ഐ. ഡോ F1 ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല, വിത്ത് റെസ്പെക്ട് ടു ഡോ പി ജി ഐ വെച്ചിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അത് ഏതിന് മാത്രമേ സ്യൂട്ടബിൾ ആവുള്ളൂ, ഡോ എഫ് ഐ ഡിവൈഡഡ് ബൈ ഡോ പി ജി ഐന് മാത്രമേ സ്യൂട്ടബിൾ ആവുള്ളൂ. ബാക്കിയുള്ള ടേമുകളൊക്കെ എന്ത് ചെയ്യും, 0 ആയി മാറും. ദെൻ ബാലൻസ് വരുന്ന എന്ത് വരും, ഡോ എഫ് ഐ ഡിവൈഡ് ബൈ ഡോ പി ജി ഐ. ദെൻ സെക്കൻഡ് ടൈം എന്താണ്, ലാംഡ ഇൻറ്റു ഡോ പി ഡി ഡിവൈഡ് ബൈ ഡോ പി ജി ഐ. പി ഡി എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, 10 മെഗാവാട്ട് 100 മെഗാവാട്ട് പറയുന്ന മാതിരി. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് കിട്ടും, 0 കിട്ടും. അപ്പോൾ സെക്കൻഡ് ടൈം എന്തായിട്ട് മാറും, 0 കിട്ടും. മൈനസ് ലാസ്റ്റ് ടേം ലാംഡ ഇൻറ്റു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n ഡോ പി ജി ബൈ ഡോ പി ജി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, മുകളിലും ഡോ പി ജി ഉണ്ട്, താഴെയും ഡോ പി ജി ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകും, ബാലൻസ് എന്താവും, 1 ആവും. ദെൻ മൈനസ് ലാംഡ ഇൻറ്റു 1 കിട്ടും, ദാറ്റ് ഈസ് മൈനസ് ലാംഡ ഈക്വൽ ടു 0. ദെൻ ലാംഡ ഈക്വൽ ടു എന്താണ്, ഡോ എഫ് ഐ ഡിവൈഡഡ് ബൈ ഡോ പി ജി കിട്ടും. ഇതാണ് അതിൻ്റെ ടേം വരുന്നത്, ഇക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ടത്. ലാംഡ ഇസ് ഈക്വൽ ടു ഡോ എഫ് ഐ ഡിവൈഡ് ബൈ ഡോ പി ജി. ഇനി എന്ത് ചെയ്യാണ്, അടുത്ത ടോപ്പിക്കിൽ എന്തുണ്ടാവും, ഒരു പെനാൽറ്റി ഫാക്ടർ ലാംഡ ഇസ് ഈക്വൽ ടു ഡോ എഫ് ഐ ഡിവൈഡ് ബൈ ഡോ പി ജി ഇൻറ്റു പി എഫ് ഐ എന്നുള്ള ടേം കൂടിയും വരും. വൈൽ കൺസിഡറിങ് ട്രാൻസ്മിഷൻ ലോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പി എഫ് ഐ കൂടി വരും. ആ പി എഫ് ഐ എന്ന് പറഞ്ഞാൽ പെനാൽറ്റി ഫാക്ടർ ഓഫ് ith യൂണിറ്റ് ആണ്. ഈ ക്വസ്റ്റനാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഒരു പ്രോബ്ലം നോക്കി നോക്കാം. ഇവിടെ നമുക്ക് എന്താണ്, ഒരു ഫ്യൂൽ കോസ്റ്റ് ഓഫ് 2 ജനറേറ്റീവ് യൂണിറ്റ് തന്നിട്ടുണ്ട്. F1 8 P1 പ്ലസ് 0.024 P1 സ്ക്വയർ പ്ലസ് 80 ഇൻറ്റു 10⁶. അതിൻ്റെ യൂണിറ്റ് തന്നിട്ടുള്ളതാണ് ബി ടി യു പെർ അവറാണ്. ഒരു ബി ടി യു എന്ന് പറഞ്ഞാൽ 10⁶ ആണ്. RS ആണ് തന്നിട്ടുണ്ട്, റുപ്പീസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, ഫ്യൂൽ കോസ്റ്റ് കിട്ടി. ഡിമാൻഡ് തന്നിട്ടുള്ള ടൈമിനനുസരിച്ചിട്ടാണ്. രാത്രി 12 മണി മുതൽ രാവിലെ 6-7 മണി വരെ പി ഡി എന്ന് പറഞ്ഞാൽ 50 മെഗാവാട്ടാണ്. 6 AM to 6 PM എത്രയാണ്, പി ഡി എന്ന് പറഞ്ഞാൽ 100 മെഗാവാട്ടാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ലാംഡ കാണണം. നമുക്ക് F1ൻ്റെ ഫ്യൂൽ കോസ്റ്റ് കിട്ടി. എന്ത് ഇവിടെ തന്നിട്ടുണ്ട്, എന്തെന്ന് വെച്ചാൽ ഇത് കോസ്റ്റ് ഓഫ് ഈ ഗ്രാഫിൻ്റെ തൊട്ട് മുകളിൽ നോക്കുക,
ദി കോസ്റ്റ് ഓഫ് ഫ്യൂൽ ഈസ് ₹2 per million BTU. 10⁶ BTU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 രൂപക്ക് ഈക്വലൻ്റ് ആണ്. അപ്പോൾ F1 തന്നിട്ടുള്ളത് ഇതിലാണ് എന്ത് ഒരു പാരാമീറ്റർ ഇൻറ്റു 10⁶ ആണ്, BTU ആണ്. F2 എന്ന് പറയുന്നത് 6P2 + 0.04 P2² + 120 ഇൻറ്റു 10⁶ BTU ആണ്. 10⁶ BTU എന്ന് പറഞ്ഞാൽ എന്താണ്, 2 രൂപക്ക് ഈക്വലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫ്യൂൽ കോസ്റ്റ് റുപ്പീസ് പെർ അവർക്ക് മാറ്റുമ്പോൾ എന്ത് വരും, അതിനെല്ലാത്തിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, 16P1 + 0.048 P1² + 160 കിട്ടും. F2 എന്ത് ചെയ്യും, 12P2 + 0.08 P2² + 240. നമ്മളിവിടെ ഇങ്ങനെ എന്താണ് വിതൗട്ട് കൺസിഡറിങ് ലോസസ് ആണ്. ലാംഡാൻ്റെ ഇക്വേഷൻ എന്ത് വരിക, ∂FI/∂PGI വരിക. ദെൻ F1 അറിയാം. അപ്പോൾ ∂F1/∂P1 എന്ത് കിട്ടും, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക F1 വിത്ത് റെസ്പെക്ട് ടു P1. അപ്പോൾ എന്ത് കിട്ടും, 16 + 0.048 P1² പറഞ്ഞാൽ എന്ത് ചെയ്യും, 2P1 കിട്ടും. അപ്പോൾ ഇക്വേഷൻ ലാസ്റ്റ് എന്ത് കിട്ടും, ∂F1/∂P1 എന്ത് കിട്ടും, 16 + 0.096 P1. സിമിലർലി F2 അറിയാം. F2 ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു P2 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ∂F2/dP2 = 12 + 0.16 P2. നമുക്ക് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഫോർ തെർമൽ പ്ലാന്റ് വിതൗട്ട് കൺസിഡറിങ് ലൈനേഴ്സസ് ജനറേറ്റീവ് ഷെഡ്യൂൾ R. ലാംഡ എന്ന് പറയുന്ന പാരാമീറ്ററാണ് എക്കണോമിക് ഡിസ്പാച്ച് അല്ലെങ്കിൽ ജനറേറ്റിംഗ് ഷെഡ്യൂൾ. ലാംഡ = DFI/dPi ആണ്. അപ്പോൾ ith യൂണിറ്റ് തന്നെ ഐൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മുതൽ ഏതൊരു 1 to n വരെയുള്ള ഏത് വാല്യൂ ആണെങ്കിലും കൊടുക്കാം. ഇവിടെ നമുക്ക് 2 ജനറേറ്റിംഗ് യൂണിറ്റ് ഉണ്ടാകുകൊണ്ട് ഐക്ക് അതൊക്കെ വാല്യൂ കൊടുത്താൽ മതി. 1,2 വരെ കൊടുത്താൽ മതി. ഐൻ്റെ വാല്യൂ എവിടെ നിന്ന് മുതൽ ഏതൊരു 1, 2, 3 എക്സെട്ര അപ് ടു n വരെ കൊടുക്കാം. ഇവിടെ 2 യൂണിറ്റ് ഉണ്ടാകുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഐക്ക് ആദ്യം 1 കൊടുക്കുക, ഐക്ക് ആദ്യം 2 കൊടുക്കുക. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലാംഡ = DFI/dPi ആണ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യുക, I = 1, 2, എക്സെട്ര അപ് ടു n. അതിൽ ആദ്യം 1 കൊടുക്കുമ്പോൾ എന്ത് വരും, ലാംഡ = DF1/dP1 കിട്ടും. ദെൻ രണ്ടാമത്തെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ലാംഡ = DF2/dP2 കിട്ടും. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ലാംഡയ്ക്ക് 2 വാല്യൂ കിട്ടും. ലാംഡ = DF1/dP1 കിട്ടും, ലാംഡ = DF2/dP2 കിട്ടും. അപ്പോൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, DF1/dP1 = DF2/dP2. അത് കൊടുക്കുക. 16 + 0.096 P1 = 12 + 0.16 P2. ഇനി എന്ത് ചെയ്യണം, രാത്രി 12 to രാവിലെ 6 മണി വരെ PD എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് പറഞ്ഞാൽ 50 മെഗാവാട്ടാണ്. ആ 50 മെഗാവാട്ട് ജനറേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ആകെ 2 ജനറേറ്റിംഗ് യൂണിറ്റ് ഉള്ളു, 1, 2. ഫസ്റ്റ് ജനറേറ്റിംഗ് യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്ന പവറാണ് P1. രണ്ടാമത്തെ ജനറേറ്റിംഗ് യൂണിറ്റ് എന്താണ്, P2. ഈ P1 P2 കൂടി കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, 50 മെഗാവാട്ട് ജനറേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് PD = P1 + P2 = 50 മെഗാവാട്ട്. 3 യൂണിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, PD = P1 + P2 + P3 = 50 മെഗാവാട്ട് വരെ. കാരണം 3 കൂടിയിട്ട് ലോ ഡിമാൻഡ് മീറ്റ് ചെയ്താൽ മതി. ദെൻ P1 എന്ത് ചെയ്യും, P1 + P2 = 50 മെഗാവാട്ട് ആകുമ്പോൾ P1 നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 50 - P2. അതിവിടെ ഇങ്ങനത്തെ മുകളിലത്തെ ഇക്വേഷനിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 16 + 0.096 P1 റീപ്ലേസ് ചെയ്യാണ്, 50 - P2 = 12 + 0.16 P2. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് P2ൻ്റെ വാല്യൂ എന്ത് കിട്ടും, 34.375 മെഗാവാട്ട്. P2 കൊടുക്കേണ്ടതാണ് രണ്ടാമത്തെ ജനറേറ്റിംഗ് യൂണിറ്റ് ജനറേറ്റ് ചെയ്യേണ്ട പവർ 34.375 ആണ്. ദെൻ ടോട്ടൽ എത്ര ഉണ്ട്, 50. അപ്പോൾ P1 എന്തായിരിക്കും, 15.625. ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഫ്യൂൽ കോസ്റ്റ് എന്താവുള്ളൂ, മിനിമം ആവുള്ളൂ. ഈക്വലി ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈക്വലി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, P1 25 വരണം, P2 25 വരണം. അങ്ങനെ 25 വരുന്ന അതിനെക്കാട്ടും അങ്ങനെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റണ്ണിങ് ഫ്യൂൽ കോസ്റ്റിനെക്കാട്ടും കുറവായിരിക്കും ഇങ്ങനെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ദെൻ ഫ്യൂൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു, F1 കണ്ടു, F1ൻ്റെ ഇക്വേഷൻ അറിയാം. അതിൽ P1 P2 കൊടുത്തു കഴിഞ്ഞാൽ F1 കിട്ടും, F2 കിട്ടും. ടോട്ടൽ ഫ്യൂൽ കോസ്റ്റ് എത്രയാണ്, 1168.74 റുപ്പീസ്. നമ്മൾ P1 ഈക്വലി ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 50 വേണ്ടത്. 50 എന്ത് ചെയ്യണം, ഈക്വലി ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ P1 എത്ര വരും, 25 വരും, P2 എത്ര വരും, 25 വരും. അപ്പോൾ ടോട്ടൽ ഫ്യൂൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ F1 എത്ര വരും, 590 വരും, F2 590 വരും. ദെൻ ടോട്ടൽ ഫ്യൂൽ കോസ്റ്റ് വരുന്നത് 1180 ആണ്. മറ്റേത് പ്രകാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1168.74 ആണ്. നമുക്ക് എന്ത് ചെയ്യണം, 11.26 റുപ്പീസ് എന്ത് ചെയ്യാണ്, സേവിങ്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ പ്രോബ്ലം
അങ്ങനെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക, പ്രോബ്ലം ചെയ്തു നോക്കുക.